ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം അപ്പാർട്ട്മെൻറ്റ് ടൂറാണ് ഇടുന്നത്. ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഈ നിൽക്കുന്നത് ഇതുകൊണ്ട് അതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് കാണുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്കിന്ന് അതിൻ്റെ പരിസരങ്ങളൊന്ന് കാണാം. ഫസ്റ്റ് അവിടുത്തെ പുറയിലുള്ള ആ ഒരു ബാക്കിലുള്ള ആ ഒരു ഏരിയയും ഒരു ചെറിയ പാർക്കുണ്ട്. അതൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് പുറയിലോട്ട് പോവുകയാണ്. ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് വശത്തോട്ടാണ് നമ്മളിപ്പം പോകുന്നത്. ഈ കാണുന്ന കണ്ടില്ലേ, ഒരു ചെറിയൊരു വീട് പോലത്തെ. ഇവിടെയാണ് ഞങ്ങളുടെ മുള്ളൊക്കെ ഇരിക്കുന്നത്. മുള്ളെന്ന് പറയുന്നത് ഇവിടുത്തെ വേസ്റ്റ് സാധനങ്ങളൊക്കെ, നമ്മുടെ കിച്ചണിൽ വരുന്ന വേസ്റ്റുകൾ, അല്ലാതെ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ. ഇതിനകത്ത് കണ്ടോ കുറേ ഡപ്പുകൾ കണ്ടോ, ടിന്നുകളുണ്ടോ, അതിനകത്താണ് ഇടുന്നത് കേട്ടോ. ഇതാണ് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് യാർഡ് കണ്ടോ. ഇവിടെ ആണെങ്കിൽ നമുക്ക് വൈകിട്ടൊക്കെ വന്നിരുന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരുന്നിട്ട് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്യാനൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട്. ഇവിടെയുള്ള പിള്ളേർക്ക് കളിക്കാനൊക്കെയുള്ള ഊഞ്ഞാൽ. ഇത് പുറകോട്ട് കാണുന്നതല്ല, നമ്മുടെ വീടിൻ്റെ പുറവശത്തുള്ള ആ ഒരു ഏരിയയാണ് ഊഞ്ഞാൽ. ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറവശത്തുള്ള. കണ്ടോ, നമുക്കെന്നാൽ ഇനി വീട്ടിലോട്ട് പോവാം. ഇത്രയേ ഉള്ളൂ ഇവിടെ. പിന്നെ ഇവിടെ ഞാനൊരു കാര്യം കൂടി നിങ്ങളെ കാണിക്കാവേ. ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് കഴിക്കുന്നത്. ഇപ്പം ഈ പഴങ്ങളൊക്കെ പിടിക്കുന്ന സമയമാണ്. അപ്പം ഇവിടുന്ന് നമുക്ക് കുറേ പഴം പലതരത്തിലുള്ളതുണ്ട്. പക്ഷെ നമുക്ക് അറിയത്തില്ല. എല്ലാവരും ഇവിടെ നിന്ന് പറിച്ച് കഴിക്കുന്ന കണ്ടിട്ടുണ്ട് ആ ഫ്രൂട്ട്. അതുകൊണ്ട് നമുക്കും പറിച്ച് കഴിക്കാവേ. കാണിച്ചു തരാം ഏതാണെന്ന്. പലതരത്തിലുള്ള ഫ്രൂട്ടുകളുണ്ട് ഇവിടെ കേട്ടോ. നമുക്ക് ഏതൊക്കെയാണ് കഴിക്കേണ്ടതെന്നും കഴിക്കേണ്ടാത്തതെന്നും അറിയത്തില്ല. പക്ഷേ അതൊരു ദിവസം ഇവിടുത്തെ ആൾക്കാർ ഇത് വന്ന് പറിച്ച് കഴിക്കുന്നുണ്ട്. ഇതൊരു മഞ്ഞ കളറിലുള്ള പഴമാണ്. നോക്കിക്കേ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ആ പഴം. കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവരും ഒന്ന് പറിച്ച് കഴിക്കുന്നുണ്ട്. കണ്ടോ? ഇത് ഇവിടെ ഒത്തിരി ഇതൊക്കെ വളർന്നു കഴിയുമ്പം അവർ വന്നിട്ട് ഈ പുല്ലൊക്കെ വെട്ടിക്കളയും. ഇവിടെ പുല്ല് വെട്ടുന്ന ആൾക്കാരൊക്കെ വരും. ആ പഴവട്ടത്ത് നല്ല വെയിൽ ഉദിക്കുന്നുണ്ട്. വെയിൽ ഉദിച്ചിരിക്കുക കേട്ടോ. നമുക്ക് പോവാന്ന് വീട്ടിലോട്ട്. പുളിയുണ്ട് കേട്ടോ ഈ പഴത്തിന്. ഇതാണ് ഇതിൻ്റെ കുരു, ഈ പഴത്തിൻ്റെ. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള എൻട്രൻസ്. ഇതാണ് ഞങ്ങളുടെ പേര്, ഞങ്ങളുടെ 3 പേരുടെ. ഞങ്ങളുടെയൊക്കെ സൈക്കിൾ ഇവിടെ വെക്കുന്നത്. കാണിച്ചു തരാം. ഇവിടെയാണ് സൈക്കിൾ വെക്കുന്ന സ്ഥലമുണ്ട്. മിക്കവാറും അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ സൈക്കിൾ വെക്കാനുള്ളൊരു സ്പേസ് കാണും. ഇതാണ് എൻ്റെ സൈക്കിൾ. എനിക്ക് ആ അപ്പച്ചനും ഇവിടുത്തെ, ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ വീഡിയോസിൻ്റെ ഇത്തരം അപ്പച്ചനും അമ്മച്ചയും എനിക്ക് ഗിഫ്റ്റ് വന്ന സൈക്കിളെന്ന്. അതായത് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് കയറാം. നമ്മുടെ നാട്ടിലിപ്പം മഴയൊക്കെ ആണെന്നൊക്കെ വീട്ടിലിരിക്കുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ മഴ പെയ്യും, ഇങ്ങനെ വെയിലായിരിക്കും, പെട്ടെന്നായിരിക്കും മഴ പെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്കൊന്ന് തുറക്കാം.
ഒക്കെ എല്ലാവരും അവിടെ നമ്മുടെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഡോറ്. ഇവിടെ നമുക്കിന്ന് തുറന്ന് കയറാം. എല്ലാവരും ഞങ്ങളുടെ വീട്ടിലോട്ട് വെൽക്കം ചെയ്യുന്നു. ഇതാണ് ഞങ്ങളുടെ പാസേജ്. കയറി വരുമ്പോൾ ഉള്ള മെയിൻ പാസേജാണിത്. ഇത് ഞങ്ങളുടെ ഹാള്. ഹാളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്. ഇവിടെ ഒരു TV ഉണ്ട്. ഇവിടെ ഒരു അലമാര. ഈ നമ്മുടെ മെയിൻ ലിവിങ് റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ. നമ്മുടെ ആ ബാക്ക് യാർഡ് കുറേ കൂടെ ഉണ്ട്. തുറക്കുമ്പോൾ ബാക്ക് യാർഡ് കാണും. പിന്നെ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇവിടെ ഡോർസ് ക്ലോസ് ചെയ്യുന്നതിന്, ഓപ്പൺ ചെയ്യുന്നതിന് 3 രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഒന്ന് നമുക്ക് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, ഇങ്ങനെ ചെയ്തിട്ട്. അല്ലാതെ നമുക്ക് പകുതി തുറന്നാൽ മതിയെങ്കിൽ, ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്, ഇത് നേരെ മുകളിലോട്ട് തുറന്നിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് തുറക്കാം. പക്ഷെ നമ്മൾ ശരിക്കും പുറകോട്ട് വീണ് പോകുന്നത്, പക്ഷെ വീഴത്തൊന്നുമില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പകുതി ഭാഗം തുറന്നു വെക്കാം. ഇത് ഞങ്ങളുടെ ബാൽക്കണി. ഇവിടെ നമ്മുടെ തുണിയൊക്കെ നമ്മൾ ഉണക്കാൻ ഇടയ്ക്ക് വെക്കാറുണ്ട്. 3 ചെയർസ് ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ചായയൊക്കെ കുടിക്കുകയോ ഇതിലൊക്കെ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇതാണ് ഞങ്ങളുടെ ബാൽക്കണിയിലെ വ്യൂ. ഇത് നല്ല വെയിലുള്ള ദിവസം കേട്ടോ. ഇനി നമുക്ക് റൂംസ് കാണാം. ഇതാണ് എൻ്റെ റൂം. ഇവിടെയും സെയിം അതേപോലെ തന്നെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്തിടാനുള്ള സൗകര്യമുണ്ട്. വിൻഡോ അതിപ്പോൾ കുറച്ച് കാറ്റ് കയറാൻ വേണ്ടി തുറന്നിട്ടേക്കും. ഇവിടെ അലമാരിയുണ്ട്. ഇതെല്ലാം ഈ അലമാരിയും ഇവിടെയുള്ള ഫർണിച്ചേഴ്സൊക്കെ ഇവരിവിടെ നമ്മൾ വന്നപ്പോഴേ ഇവിടെ തന്നെ ഉണ്ടായിരുന്നത് കേട്ടോ. ഒന്നും നമ്മളിവിടെ പുതുതായിട്ട് മേടിച്ചിട്ടില്ല. റെൻ്റ് എത്രയാണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയാം ഇതിൻ്റെ എൻഡിൽ. ഇത് ഷീന ചേച്ചിയുടെ റൂം. ഷീന ചേച്ചിയുടെ റൂം ഇച്ചിരി വലിയ റൂമാണേ. ഷീന ചേച്ചിയുടെ പാവക്കുട്ടികളാണ് ഇത്. മത്തങ്ങാക്കുട്ടനും ഹാർട്ടൂട്ടി. ഇതുണ്ട്, ഇവനിരിക്കുന്ന ഇരിപ്പ് കണ്ട്. ഇതാണ് ഷീന ചേച്ചിയുടെ റൂം. ഇനി ഇത് ഷീന ചേച്ചിക്ക് നമ്മുടെ അടുത്തുള്ള ഇന്ത്യൻ ഫാമിലി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ സാധനം. അവർക്കവിടെ ഇത് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് ഷീന ചേച്ചിക്ക് ആവശ്യമുണ്ടായിരുന്നു ഈ ടേബിള്. അപ്പം അവരിത് ചേച്ചിക്ക് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ജോസ്മയുടെ റൂം കാണാം. ഇതാണ് ജോസ്മയുടെ റൂം. ഇതായിരിക്കുന്ന വേറൊരാൾ. ഹലോ കേട്ടോ. ഇതാണ് നമ്മുടെ ജോസ്മയുടെ റൂം. ജോസ്മയുടെ റൂം. നമുക്കൊരു കിച്ചൺ കാണണ്ടായോ? ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഫ്രിഡ്ജ്,
കെറ്റിലുണ്ട്, പ്യൂരിഫൈ ചെയ്യുന്ന വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്, ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സാധനമുണ്ട്. ഇതെല്ലാം ഇവിടെ നിന്നാണ്. ഓവനുണ്ട്, ഗ്രില്ല് ചെയ്യുന്ന സാധനമുണ്ട്. ഇതെല്ലാം ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. ഒന്നും നമ്മൾ എക്സ്ട്രാ മേടിച്ചിട്ടില്ല. ഇത് നമ്മുടെ കിച്ചണിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. നമുക്കത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. നേരത്തെ പറഞ്ഞോളം തന്നെ 3 തരത്തിൽ എല്ലാ വിൻഡോസും നമുക്ക് അങ്ങനെ 3 തരത്തിൽ ക്ലോസ് ചെയ്യാം. കണ്ടോ? ഇനി നമുക്ക് നേരെ നമ്മുടെ ഈ കാണുന്നത് നമ്മുടെ ഷൂസൊക്കെ വെക്കാനുള്ള റാക്കാണ്. വലിയൊരു കബോർഡാണ്. ഇവിടെ നമുക്ക് ഈ കബോർഡിനകത്ത് നമുക്ക് നമ്മുടെ ജാക്കറ്റ്സൊക്കെ വെക്കാം. ഇവിടെ ഞങ്ങളുടെ ജാക്കറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ബാത്റൂമിനകത്ത് നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. ഒരു കുളിക്കുന്ന നമ്മൾ ഇവിടെ നിന്ന് താഴെ ഇറങ്ങിന്ന് കുളിക്കാൻ പറ്റത്തില്ല, ഇതിനകത്ത് തന്നെ കുളിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം പുറത്തുനിന്ന് നമ്മൾ ഇവിടെ നിന്ന് കുളിച്ച് കഴിഞ്ഞാൽ വെള്ളം പോകാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ഇതിനകത്ത് ഇറങ്ങി തന്നെ കുളിക്കണം. ഇതാണ് കുളിക്കുന്ന ബാത്ത് ടബ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് സെയിം അതേപോലെ തന്നെ തുറക്കാൻ പറ്റും വിൻഡോ. വാഷിംഗ് മെഷീൻ ഉണ്ട്. വിൻഡോ നമുക്ക് സെയിം അതേപോലെ തന്നെ തുറക്കാം കേട്ടോ. ഇങ്ങനെ തുറക്കാം. ടോയ്ലറ്റ് വേറൊരു സെപ്പറേറ്റ് ആണ്. ഇത് ടോയ്ലറ്റ്. ഇതാണ് ഞങ്ങളുടെ ഹോം, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഇതാണ്. ഇനി നമുക്ക് എത്ര രൂപയാണ് റെൻറ്റ് എന്നൊക്കെ പറഞ്ഞുതരാം. ആദ്യമായിട്ടല്ലേ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്? വായോ ഒരു കാശ് കുടിക്കാം. ഇന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏത് റൂമാണെന്നും ഇവിടെ എന്താണ് നിങ്ങളെ കൂടുതൽ ഇമ്പ്രസ് ചെയ്തെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിൽ ഇടണേ. ഓക്കെ, കിച്ചണിലോട്ട് പോയിട്ട് ചായ ഇടാം, കാപ്പി ഇടാം. അപ്പോൾ നമുക്കിത് എല്ലാം ഇങ്ങനത്തെ ഇൻഡക്ഷൻ ബേസ്ഡ് ആണ്. ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ നമ്മുടെ എംപ്ലോയർ തന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രയാണ് ഞങ്ങളുടെ ഈ റൂമിൻ്റെ റെൻറ്റ്. അപ്പം ഒരാൾ 600 യൂറോ വെച്ചിട്ട് 3 പേർക്കും കൂടി 3 പേരും കൂടി ചേർന്നിട്ടാണ് കൊടുക്കേണ്ടത്. അതായത് ഒരാൾ 600 യൂറോ വെച്ച് കൊടുക്കണം റെൻറ്റ് എല്ലാത്തിനും. നമ്മുടെ വെള്ളം തിളച്ചു. ഇനി കാപ്പിപ്പൊടി പഞ്ചസാരയാണ്. ഞാൻ അധികം പഞ്ചസാര യൂസ് ചെയ്യത്തില്ല. അപ്പം ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് പിന്നെ പഞ്ചസാര ഇട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് പഞ്ചസാരയുടെ പാത്രമാണ്. അപ്പം നമ്മുടെ കാപ്പി തിളച്ചു. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. വാ, നമുക്കെല്ലാവർക്കും പോവാം. അവിടെ പോയിരുന്ന് ചായ കുടിക്കാം. അപ്പോൾ ചായ കുടിക്കട്ടെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ കാപ്പി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ കാപ്പി
സമർപ്പിക്കുന്നു. എല്ലാവരും കാപ്പി കുടിക്കുക കേട്ടോ. ഓക്കേ. പിന്നെ നമുക്ക് ഈ വീട് കിട്ടിയപ്പം നമുക്ക് ഇങ്ങനെ തന്നെ എല്ലാം ഫർണിഷ്ഡ് ആയിട്ടാണ് തന്നത്. നമുക്കൊന്നും പ്രത്യേകിച്ച് പുറത്തുനിന്ന് മേടിച്ചിടേണ്ട വന്നിട്ടില്ല. അപ്പം നമ്മൾ വേറെ ഒരു വീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗസ് ബുർഗിൽ എവിടെയെങ്കിലും നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ പൈസയും കൊടുക്കേണ്ടി വരും. മാത്രമല്ല അത്ര ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു റൂം കിട്ടാനും വളരെ സാധ്യത കുറവാണ്. ഞങ്ങൾ 2-3 പേരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ കുറഞ്ഞ കുറച്ച് റൂം കിട്ടുമോ, 600 കുറച്ച് ഒരു 400, 300, 350, 400 ആ ഒരു റേഞ്ചിലുള്ള വീട് ഞങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ ഈ ഹൗസ് ബുർഗ് ഏരിയയിലൊന്നും നമുക്ക് അത്ര നല്ല ഒരു വീട് 600 രൂപയ്ക്ക് ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു വീട് നമുക്ക് കിട്ടത്തില്ല 400-ലൊന്നും. പിന്നെ പ്ലെയിൻ ആയിട്ടൊരു റൂം മാത്രമേ കാണത്തുള്ളൂ. പിന്നെ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ മേടിച്ചിടുന്നു. അപ്പോൾ അതിൽ കൂടുതലാകത്തേ ഉള്ളൂ. മാത്രമല്ല ഇവിടെ ആകുമ്പോൾ നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ ഇപ്പോൾ വന്നു തന്നെയുള്ളൂ, കുറച്ച് നാളായല്ലോ വന്നിട്ട്. നമുക്ക് ഇതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എല്ലാവരും അങ്ങനെയാണ് അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ മീൻസ് അപ്പാർട്ട്മെൻറ്റ് ടൂർ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ കുറച്ച് പേരൊക്കെ. അതേപോലെ നിങ്ങൾക്ക് ജർമ്മനിയുടെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാമെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരുടെയെങ്കിലും ചോദിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്.